ആളുകളെ വിളിച്ചു കൂട്ടിയുള്ള സ്ഥിര അഭ്യാസം ഉണ്ടല്ലോ, ഈ പുണ്യവതിയായിട്ടുള്ള പെണ്ണായിട്ടുള്ള അഭ്യാസം. ഇനി ഒരിക്കലും അത് കാണേണ്ടി വന്ന എന്റെ നിയന്ത്രണം വിടും. കൊണ്ട് പോകുന്നുണ്ടോ? എനിക്കൊന്ന് ഡ്രസ് ചെയ്യണം. ഒന്ന് പുറത്തു പോവോ? ഇവിടെ ഒന്ന് പുറത്തു പോകാനാ പറഞ്ഞത്. ഓ, മോള് ചെയ്യുന്നത് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് അമ്മൂമ്മയുടെ വക. ദേ, എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് ഇറങ്ങി പോടോ. പോവാൻ ഓരോ തവണ കഴിയും തോറും സപ്താഹത്തിന് ആള് കൂടിക്കൊണ്ടിരിക്കുക. അത് പിന്നെ അങ്ങനെയല്ലേ അമ്മേ. ആയുസിനെ കുറിച്ച് ആർക്കും വലിയ നിശ്ചയമൊന്നുമില്ല. ഉള്ളിലാണെങ്കിൽ പേടിയുണ്ട്. അപ്പൊ പിന്നെ എവിടെയാ പോകാനുള്ളത്? ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും സപ്താഹ ചടങ്ങുണ്ടോ അമ്മേ? ഉണ്ട്. തൈപ്പറമ്പിലെ അമ്പലത്തിൽ അടുത്ത മാസം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എന്തേ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നന്നായിട്ട് തൊഴാൻ പറ്റിയോ അമ്മേ? എല്ലാം നന്നായിട്ട് നടന്നു. എല്ലാവരുടെ പേരിലും പ്രത്യേകം പ്രത്യേകം വഴിപാടുകളും കഴിച്ചു. വരുൺ എവിടെ മോളെ? വരുൺ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അതെ, ഈ പ്രസാദം അവന്റെ നെറ്റിയിൽ അണിയിച്ചു കൊടുക്കണം. അവനു വേണ്ടി നടത്തിയ വഴിപാടിന്റെ. അതെന്താ, ഞാൻ കൊടുക്കില്ലേ? പ്രിയങ്ക മോൾ ഇട്ടുകൊടുത്തോട്ടെ അമ്മേ. ഭർത്താവിനെ ഭാര്യ കുറി അണിയിക്കുന്നതാണല്ലോ അതിന്റെ ഒരു രീതി. അത് സത്യമല്ലേ അമ്മേ? ഇദ്ദേഹം ഒരു കുറിയെടുത്ത് നെറ്റിയിലിടുന്നത് അമ്മ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഒന്നുകിലും അമ്മ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കണം. അതും ഒരു മനസ്സുഖാണെന്ന് കൂട്ടിക്കോ. മോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്ക്. പത്മിനി, ഒരു ചായ എടുക്ക്. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. ശരി. വരുണിന്റെ കാര്യത്തില് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരുമേനി പറഞ്ഞ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഞാനത് കേട്ടു. പരിഹാരക്രിയ എന്തെങ്കിലും ചെയ്യണോന്ന് ചോദിച്ചപ്പോ തൽക്കാലം അതിന്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളൂന്നല്ലേ? അവനെ കുറിച്ച് കുറച്ച് പരാതിയെങ്കിലും നിന്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? കുറച്ചൊന്നുമല്ല. കറക്കം നിർത്തി അവൻ കൂടെ നിൽക്കാന്ന് തീരുമാനിച്ചത് തന്നെ ഒരു അനുഗ്രഹമായിട്ടാ ഞാൻ കാണുന്നത്. പിന്നെ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങള് വളരെ ഭംഗിയായിട്ട് അവൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെന്താ, നമ്മുടെ പ്രാർത്ഥന അവനെ രക്ഷിച്ചോളും. മുത്തശ്ശി പോയി കണ്ട ആള് നിസ്സാരക്കാരനല്ല. ഞാൻ കൊടുത്ത പ്രസാദം നെറ്റിയിൽ അണിയാൻ വരുൺ സമ്മതിക്കാതിരുന്നപ്പോ അതിനുള്ള മാർഗം തനിയെ മുമ്പിൽ വന്നത് കണ്ടോ? എന്റെ മുത്തശ്ശി കൊടുത്തയച്ച കുങ്കുമം എന്നെ തൊടാതിരിക്കുക. അച്ഛനും അമ്മയും പോയി പ്രാർത്ഥിച്ചു കൊണ്ടുവന്നത് തൊടാതിരിക്കില്ലല്ലോ. എനിക്കെന്തായാലും കാര്യം നടന്നാ മതി.
പ്രസാദം വരുണിന് കൊടുത്തോ മോളെ? കൊടുത്തു. പക്ഷെ വരുണത് നെറ്റിയിലിട്ടില്ല. അതെന്താ? എനിക്കറിയില്ല അമ്മ. എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, അതിലൂടെയുള്ള നേട്ടം വേണ്ട എന്നൊക്കെ പറയുമ്പോ ഞാൻ എന്താ പറയാ? അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി അമ്പലത്തിൽ പോയി പ്രത്യേക വഴിപാടുകൾ കഴിച്ചുകൊണ്ടുവന്ന പ്രസാദമല്ലേ, അത് നിഷേധിക്കാന്നൊക്കെ പറഞ്ഞ അതെന്താണെന്നൊന്ന് അറിയണമല്ലോ. വരുൺ, വരുൺ! അതിനിപ്പോ ചോദ്യം പറച്ചിലും ഒന്നും വേണ്ട. അങ്ങനെയല്ല അമ്മേ, ചെറിയ കാര്യങ്ങൾ അപ്പപ്പ ചോദിച്ച് പരിഹരിക്കുന്നതാ നല്ലത്. എന്താ പ്രിയങ്ക മോള് പ്രസാദം തന്നിട്ട് നീ എന്താ വാങ്ങിക്കാതിരുന്നത്? എന്താടാ ഇത്രയ്ക്ക് നിഷേധം കാണിക്കുന്നത്? അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊന്നും വേണ്ട അച്ഛാ. എന്ന് നീയാണോ പറയുന്നേ? മുതിർന്നവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതേ അത് നിങ്ങളോടുള്ള ഇഷ്ടമുണ്ടാ. അത് തിരിച്ചറിയാതെ ഓരോന്നൊക്കെ പറയും. ക്ഷേത്രത്തിലെ പ്രസാദമല്ലേ, കുഴപ്പമില്ല. മോളെ പ്രിയങ്കെ, അതവന്റെ നെറ്റിയിലിട്ട് കൊടുക്ക. മോള് മ്യൂസിക് സ്കൂളിലേക്കാണോ? ആ അതെ അച്ഛാ. ഞങ്ങള് ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ മോളെ. പ്രിയങ്കെ, രാധയ്ക്കും കൂടി പ്രസാദം ഇട്ട് കൊടുക്കും. അല്ല, ഇത് വരുണിന് വേണ്ടി കഴിച്ച പൂജയുടെ പ്രസാദം അല്ലേ? അതിനെന്താ, ഒരാൾക്ക് വേണ്ടി വഴിപാട് കഴിച്ചാൽ കിട്ടുന്ന പ്രസാദം എല്ലാവരും കൂടിയല്ലേ അണിയാറ്. അങ്ങനെ വല്ല നിയമമുണ്ടോ രാധിക മോളെ? പൂജയുടെയും പ്രസാദത്തിന്റെയും കാര്യങ്ങളൊക്കെ മോൾക്കല്ലേ നന്നായിട്ട് അറിയാവുന്നേ. അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല അമ്മ. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടായാൽ തന്നെ കുഴപ്പമൊന്നുമില്ല. രാധിക മോൾക്കും ചാർത്തി കൊടുക്കൂ. എന്റെ നെറ്റിയിൽ പ്രസാദം ചാർത്താനുള്ള താല്പര്യം എന്താ? സ്വന്തം ചേച്ചിയുടെ കാര്യത്തിൽ ഇല്ലാത്തത്. ഇതൊക്കെ കാണുമ്പോഴാ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകുന്നേ. ഇനിയിപ്പോൾ അത് വലിയ സംഭവമാക്കാൻ പോവാണോ? അങ്ങോട്ട് ഇട്ട് കൊടുക്കൂ കുട്ടി. ഇത് മന്ത്രജപം കൊണ്ട് ശക്തിയാർജിച്ച കുങ്കുമമാണ്. അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി അതിരാവിലെ കുളിച്ച് ശുദ്ധം ചെയ്ത് അവൾ അയാളുടെ നെറ്റിയിൽ ചാർത്തിക്കൊടുക്കണം. എന്നിട്ടിത് അവൾ സ്വന്തം നെറ്റിയിലും ചാർത്തണം. ഇതിന്റെ ഫലസിദ്ധി അനുസരിച്ച് അവൻ അന്നത്തെ ദിവസം ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നും മാറാനേ തോന്നില്ല.
ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ നടക്കാനുള്ള സകല സംയോഗങ്ങളും അവർ തമ്മിൽ നടക്കും. ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി. കരിതുള്ളും മിന്നലോ കടവിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ ഉള്ളിൽ കരിതുള്ളും മിന്നലോ കടവിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ മാറിലേ തേങ്ങലിൽ പരിഭവമുറയുന്നു. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാര കേളിരാലസാവേഗം. മോളെ ഞാൻ മോളെ കാത്തു നിന്നതാ. എന്തിന്? ആരാ നിങ്ങള്? ഞാൻ മോളുടെ അമ്മയുടെ കൂട്ടുകാരിയാ. അമ്മ മോളെ കണ്ടിരുന്നില്ലേ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതെന്റെ അമ്മയൊന്നും അല്ല, ഞാൻ ആരുടെയും മകളും അല്ല. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ മോള് സംസാരിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇത്രയും കാലം തിരിഞ്ഞു നോക്കാത്തൊരു അമ്മയല്ലേ മോളുടെ മനസ്സിൽ. പക്ഷെ എന്നെങ്കിലും അതിന്റെ സാഹചര്യങ്ങളൊക്കെ അമ്മ തന്നെ മോളോട് പറയും. എനിക്ക് കേൾക്കണ്ട. എന്നെ ഇനി ഇങ്ങനെ കാണാനും വരാൻ പാടില്ല. മോളെ, മോളിത് വെച്ചു. എന്താ ഇതിനകത്ത്? മോൾക്ക് അമ്മയുടെ ഒരു സമ്മാനമാ. എനിക്കിതൊന്നും വേണ്ട. തിരിച്ചു കൊടുത്തേക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേക്കണം, ഇനി എന്നെ ശല്യപ്പെടുത്താൻ വരരുതെന്ന്. പ്ലീസ് മോളെ. എത്ര കാലമായി മോളുടെ അമ്മയുടെ കൂടെ ഞാനുണ്ട്. അമ്മ ചിരിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. എപ്പോഴും മോൾക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ, ഏതെങ്കിലും ഓർഫണേജിൽ, എവിടെയെങ്കിലുമൊക്കെ ഒരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയ അവിടെ ഓടിയെത്തും. പലതവണ അമ്മ തളർന്നു പോകുന്നതും അസുഖം വരുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മോളിത് വാങ്ങിക്കാതിരിക്കരുത്. തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത അമ്മ വേദനിക്കും. വാങ്ങിക്കും മോളെ. എന്താ ഇതിനകത്ത്? വില പിടിച്ച എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് വേണ്ട. എന്റെ മോൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്നാണ് എന്നോട് പറഞ്ഞത്. മോളിത് തുറന്നു നോക്ക്. നോക്കു മോളെ.
ഓളെ ഇത് കൂടി നോക്ക്. മോൾക്ക് അമ്മയുടെ ആദ്യത്തെ സമ്മാനം. അമ്മ ഇനിയും വരും മോളെ കാണാൻ. അമ്മയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ മോളുടെ തീരുമാനം. അമ്മയും മോളും തമ്മിൽ പ്രകൃതി തീരുമാനിച്ച ബന്ധമാണ്. ഇടയിൽ അഭിപ്രായം പറയാൻ എനിക്കാവില്ല. മോള് നടന്നോളൂ. അതെ, അമ്മയോട് എന്തെങ്കിലും ഞാൻ പറയണോ? വേണ്ട. ഉം. അമ്മയെ കാണണ്ട, ഇനി കൺമുന്നിലേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞാ തുടങ്ങിയത്. പക്ഷെ കൃഷ്ണവിഗ്രഹം ഉണ്ടല്ലോ, അതേറ്റു. ആ കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. നിറയട്ടെ, നിറഞ്ഞ് ഒഴുകട്ടെ. അവൾക്ക് അമ്മയോട് എത്രമാത്രം സ്നേഹമുണ്ടോ ആ സ്നേഹം ഞാൻ കാത്തിരിക്കുന്ന നിധിയുടെ താക്കോൽ. സോണിയയ്ക്ക് എന്തു തോന്നുന്നു? അവൾ എന്റെ അടുത്തേക്ക് വരുമോ? പെട്ടെന്ന് നടക്കില്ല. വേണ്ട, നിർബന്ധമില്ല. പക്ഷെ വിട്ടു കൊടുക്കില്ല ഞാൻ. ശ്യാമ അവളുടെ അമ്മയാണെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയുന്നതിന് മുൻപ് ശ്യാമയുടെ സൗഭാഗ്യങ്ങൾ മുഴുവൻ അവളുടെ മകളെ കൊണ്ട് ഞാൻ എഴുതി വാങ്ങിച്ചിരിക്കും. വാ പോ. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. ധീരനാധീ മധുവായി നിറഞ്ഞൊരു സ്നേഹസംഗീതം. ഈ നിലാവിൽ നിന്റെ ചന്തം നോക്കി നിന്നൊരു ചന്ദ്രനും. ഇതെന്തു പറ്റി? അയാളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. താനെന്താ മ്യൂസിക് സ്കൂളിൽ പോയില്ലേ? ഇല്ല. അതെന്ത് പറ്റി? അത് ഒന്നുമില്ല, പോകാനൊരു താല്പര്യം തോന്നിയില്ല, അതുകൊണ്ട് ഇങ്ങനെ പോന്നു. അതെ, ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയായതാ. പക്ഷേ പോകാനൊരു താല്പര്യം തോന്നിയില്ല. തന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോ
തന്നെ കാണാൻ തോന്നി. താൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മ്യൂസിക് സ്കൂളിലേക്ക് വന്നേനെ. എനിക്ക് ജോലിയുണ്ട്. എന്ത് ജോലി? നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അടുക്കള ജോലിയോ? ആ അടുക്കള എനിക്ക് കയറാൻ പറ്റാത്ത സ്ഥലമാണോ? ഒന്ന് പോടുന്നു. അവിടെ നിൽക്കും.